മെമ്മറീസ് ആൻഡ് മെലഡീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഹിറ്റ് FM-ലെ ഗായിക അല്ലെങ്കിൽ ഒരാർജിയാണ് നിമ്മി. മെമ്മറീസ് ആൻഡ് മെലഡീസിലേക്ക് സ്വാഗതം നിമ്മി. ഓക്കെ, നിമ്മി ഒരു ഗായികയാണ്, ഒപ്പം ഒരു ആർജിയാണ്. രണ്ടും കൂടെ മേർജ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് റേഡിയോ. നിമ്മിയുടെ ഒരു ഇവാലുവേഷൻ എങ്ങനെയാ, അല്ലെങ്കിൽ നിമ്മിയുടെ ഈ ടാലൻസ് ഒരു ആർജി ആയപ്പോൾ എങ്ങനെയാ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ? ഗായിക ആയതുകൊണ്ട് തന്നെ ആർജെ എനിക്കൊന്നും അതിലും നല്ലൊരു മീഡിയ വേറെ ഉണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ടി വി ആണ്, ടി വി അല്ലെങ്കിൽ റേഡിയോ ആണ്. കാര്യം ഒരു ഗായികയ്ക്ക് വേറെ ഒരു ജോലിക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് മാത്രമേ പറ്റുള്ളൂ. കാര്യം അത് ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയാണെങ്കിൽ ഒരു പക്ഷേ നേരത്തെ മടുത്തു പോയിട്ടുണ്ടാവുക തന്നെ. മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് ഹിറ്റ് FM-ല് എനിക്ക് തോന്നുന്നു എന്റെ ഭാഗ്യമാണ് ഹിറ്റ് FM-ല് തന്നെ എനിക്ക് ജോലി കിട്ടിയത്. കാര്യം അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിംഗ് ഹെഡ് ആണെങ്കിലും ഓക്കെ. കാര്യം എന്നിലും കൂടുതൽ താല്പര്യമാണ് അവർക്ക് ഞാനൊന്ന് പാടി കാണാനും എനിക്ക് കുറെ ചാൻസസ് കിട്ടണമൊക്കെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എന്റെ ടാലന്റിനെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രോത്സാഹനം എനിക്ക് എന്റെ ടീമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനുള്ള ചാൻസസും ഉണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആർജെ ആയത് വളരെ നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ ഗായിക എന്നോ ഉറങ്ങിപ്പോയാണ്. അത് പറയുമ്പോൾ ഇത് പറയാതെ വയ്യ, ഒരു മ്യൂസിക് ടീച്ചർ ആവണമെന്നോ അല്ലെങ്കിൽ മ്യൂസിക്കിൽ തന്നെ എക്സൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നോ ഒന്നും ആശിച്ചില്ലേ? അപ്പൊ അയ്യോ നിഷ, സത്യം പറയാലോ, ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ച പോലെയല്ല പോയിരിക്കുന്നത്. എന്നിൽ മുന്നിൽ തുറന്ന വാതിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അതിപ്പോ പാട്ടാണെങ്കിൽ കൂടി എനിക്ക് പാട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെയാണ് വീട്ടിൽ നിർബന്ധിച്ച് അടുത്ത വീട്ടിലൊരു ചേച്ചി പാട്ട് പഠിക്കാൻ പോകണമെന്ന് കേട്ടിട്ട് ഞാൻ നിർബന്ധിച്ച് പാട്ട് പഠിക്കാൻ പോയത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 ആഴ്ച ഞാൻ സഹിച്ചു. 3-ാമത്തെ ആഴ്ച എനിക്ക് സഹിക്കാൻ പറ്റുള്ള സരിഗമ പതിനീസം എന്നെ കുറെ ദിവസം പഠിപ്പിക്കുന്നു. പിന്നെ ഞാൻ ഭയങ്കര മടിയായി തുടങ്ങി. പിന്നെ എന്റെ അമ്മയാണ് എന്നെ ഏറ്റെടുത്തത്. മുടങ്ങാണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കും, കോമ്പറ്റീഷൻസിന് കൊണ്ടുപോയി വിടും. അങ്ങനെയാണ് ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയത് തന്നെ. കാരണം അപ്പോഴും ഞാൻ എന്റെ ആഗ്രഹത്തിനല്ല, എന്റെ അമ്മ തള്ളിയിട്ടാന്ന് വെക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ടി വിയിലാണെങ്കിലും എനിക്ക് ചാൻസ് കിട്ടാൻ നേരത്തും അമ്മയാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെയ്ത് നോക്കൂ, പറ്റും. അപ്പൊ എനിക്ക് ഇല്ല, പറ്റില്ല. എനിക്ക് എന്തും പറ്റില്ല എന്ന് ആദ്യം തോന്നുന്നു. ചെന്ന് അങ്ങനെ ഞാൻ ടി വിയിൽ ഷോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു രൂപമില്ല ഇനി എന്ത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോ ഹിറ്റ് FM-ൽ എനിക്കൊരു ചാൻസ് കിട്ടി. അപ്പൊ ചെന്ന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ആർജെ. ഇനിയും സത്യം പറഞ്ഞാൽ നാളെ എന്തായിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു വരുന്ന വഴി പോവാ. ടിവിയിൽ ഷോസ് ചെയ്തിട്ടുണ്ട്, അതും ഒരു നല്ലൊരു ഷോ. കുറെ കാലം ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു ആ ഷോന്റെ പേരിൽ ടാഗ് ചെയ്തിട്ടായിരുന്നു നിമ്മി എന്നുള്ള ഒരു വ്യക്തി. എനിക്കിത് ഓർമ്മയുണ്ട്, നിമ്മിയുടെ കൂടെ നിഖിൽ. ഇപ്പൊ ഈ അവസരത്തിൽ പറയാം, നിമ്മി നിഖിൽ. ഞാൻ ആദ്യം ടെലിവിഷനിൽ ഈ ഷോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ ബ്രദറും സിസ്റ്ററും ആണോ എന്ന്. ഈവൻ കാഴ്ചയിൽ പോലും ഒരു സാമ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങള് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഒക്കെ കുറച്ച് സെയിം ആയിരുന്നു. കുറെ അധികം ഞങ്ങളുടെ യുഎസിലൊരു ഭൂരിപക്ഷ ആൾക്കാരും വിചാരിച്ചിരുന്നത് ബ്രദറും സിസ്റ്ററാണ്. ഇപ്പോഴും കൂടി എന്റെ അടുത്ത് വയ്ക്കും ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ കുറിച്ചാ പറയുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇവര് ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഞങ്ങളെ കൂടെ ഷെയർ ചെയ്യണം. നിഷ, എനിക്ക് എന്റെ ലൈഫില് ഞാൻ എന്നും ഓർക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ നടന്നതുപോലെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റിയിട്ടുള്ളത്, ഞാൻ ആ ടി വിയിൽ എന്റെ ഷോ ചെയ്യുന്ന ഒരു ടൈമാണ്. അതെനിക്ക് അറിയില്ല, അതെന്റെ ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു പക്ഷെ അത് എന്നും ഇന്നലെ നടന്ന പോലെ എനിക്ക് ഫുൾ കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യമായിട്ട് ചെന്നതും ഓക്കെ, അതിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഓർത്തിരിക്കാവുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിൽ തന്നെ എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് ചെയ്തതാ. ആ ലാസ്റ്റ് എപ്പിസോഡ് വന്നു കഴിഞ്ഞ് അവിടുത്തെ അവിടെ ചേട്ടന്മാരോടൊക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് സംസാരിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഞാൻ കരയില്ലെന്ന്. എനിക്ക് കരയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അറിയാതെ എന്റെ മനസ്സിൽ നിന്ന് വരുമായിരുന്നു. ഞങ്ങളുടെ ഷോയിൽ എപ്പോഴും ലാസ്റ്റ് ഒരു പാട്ട് നിങ്ങൾ ഒന്നിച്ച് പാടും.
അപ്പോ അന്നത്തെ ദിവസം മുഴുവൻ എനിക്കങ്ങ് വിട്ടു തന്നേക്കായിരുന്നു. നിഖിലേട്ടനാണെങ്കിലും പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് നീ പറഞ്ഞു, ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല, കാര്യം ഇനി എന്തായാലും ഞാൻ ഷോ ചെയ്യില്ല, അപ്പൊ ഏത് നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ലാസ്റ്റ് പാടാം. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കരിമിഴി കുരുവി എന്നുള്ള പാട്ടാണ്, മീഷൻ മാത്രമല്ല. ഞാൻ പറഞ്ഞു ആ പാട്ട് നമുക്ക് പാടാം എന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് പാടാനായിട്ട് പോയി. അപ്പൊ ഈ പാട്ട് പാടുന്നതിന് മുന്നേ നമ്മൾ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഇന്ന അഡ്രസ്സിലോട്ട് ലെറ്റർ അയക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നം. അപ്പൊ അത് ആ ടൈമിൽ മാത്രം ഞങ്ങളെ കാണില്ല, അവിടെ അഡ്രസ് ആക്കി കാണിക്കുന്നേ. ഈ അഡ്രസ് അങ്ങ് കാണിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ വേഗം, അല്ലെങ്കിൽ എന്നും കരഞ്ഞിട്ടേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ ചീത്ത പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം കച്ചിപ്പൊക്കെ എടുത്ത് തുടച്ച് ഞാൻ റെഡി. അപ്പൊ പാടണം, കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ പാടാൻ തുടങ്ങി. പാടി ഏകദേശം പാട്ട് തീരാറായപ്പോഴേക്കും എനിക്ക് അറിഞ്ഞോണ്ട് എനിക്ക് എന്റെ ശബ്ദമൊക്കെ അങ്ങ് ഇടറിയിട്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തി. ഞാൻ ലൈവിൽ ആദ്യമായിട്ടാണ് പാട്ട് നിർത്തുന്നത്. ഞാൻ അപ്പൊ തന്നെ മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി. ഷോ കഴിഞ്ഞിട്ടുണ്ടായില്ല, കാര്യം എനിക്ക് തീരെ എന്താ പറയാ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയത് വീട്ടിൽ നിന്ന് പോരാൻ നിർത്തോലും ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഷോ ലാസ്റ്റ് എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ അതിലും എനിക്ക് വിഷമം തോന്നിയത് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് വരാനുള്ള എന്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഞാൻ ചെന്ന് കയറുന്ന കടകളിലൊക്കെ എല്ലാവർക്കും എന്നെ കണ്ടിട്ട് നേരിട്ട് തന്നെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞത്, നിമ്മി മോള് വിഷമിക്കണ്ട, നോക്കിക്കോ ഇതിലും നല്ലൊരു കരിയർ ആയിരിക്കും നിമ്മിക്ക് വരാൻ പോകുന്നത്. എന്റെ കൂടെ കരഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അന്ന്. അത് കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ ആദ്യമായിട്ട് സംസാരിച്ചത് അന്നത്തെ ദിവസം വിളിച്ചിട്ട് സംസാരിച്ചു, നിമ്മി ഞാനിപ്പോ ഷോ കണ്ടു കഴിഞ്ഞുള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം എന്റെ മനസ്സ് വേദനിച്ചു. അവരുടെ ഒക്കെ സ്നേഹം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്താണ് മനസ്സിലാക്കാൻ. അതായത് ഞാൻ ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും രണ്ട് രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. കാര്യം നിഖിലേട്ടൻ മാത്രം ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു, എന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ആ ലാസ്റ്റ് നമ്മളിപ്പോ ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. കുറച്ചൊന്ന് വിട്ട് മാറി നിന്ന് അത് നോക്കുമ്പോഴാണ് നമുക്ക് അതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിനോട് ഞാൻ ഇത്ര ഇൻവോൾവ് ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ ഇത്രയും പേരെന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പേടിക്കണ്ട, നോക്കിക്കോ ഇതിലും നല്ല വളർച്ചയായിരിക്കും, ഞങ്ങൾക്ക്